എല്ലാവർക്കും സ്വാഗതം. ഒറ്റ പ്രസവത്തിൽ 9 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഗിന്നസ് റെക്കോർഡ് നേടിയ ദമ്പതികൾ. ഇത് സമൂഹത്തിൽ ചർച്ചാ വിഷയമാണ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. 4 മാസം ഗർഭിണിയായ ഒരു സ്ത്രീയുടെ കുഞ്ഞ് ഗർഭപാത്രത്തിന് പകരം. എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. 4 മാസം ഗർഭിണിയായ ഒരു യുവതിയുടെ കുഞ്ഞ് എല്ലാവർക്കും സ്വാഗതം. ഒറ്റ പ്രസവത്തിൽ 9 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഗിന്നസ് റെക്കോർഡ് നേടിയ ദമ്പതികൾ. ഇത് സമൂഹത്തിൽ ചർച്ചാ വിഷയമാണ്. എല്ലാവർക്കും സ്വാഗതം. 800 രൂപയ്ക്ക് മുകളിലുള്ള മദ്യം ഗ്ലാസ് ബോട്ടിലേക്ക്, 800-ൽ താഴെയുള്ളവ പ്ലാസ്റ്റിക് കുപ്പികളിൽ. പ്ലാസ്റ്റിക് കുപ്പിക്ക് 20 രൂപ ഡിപ്പോസിറ്റ്. കുപ്പി തിരിച്ചേൽപ്പിൽ. എല്ലാവർക്കും സ്വാഗതം. പത്തനംതിട്ടയിൽ 3 ചായയും 3 മുട്ട പൊരിച്ചതും വാങ്ങിയിട്ട് 2 പണം മാത്രം നൽകിയവരോട് ബാക്കി പണം ചോദിച്ച കടയുടമയെ മർദ്ദിച്ച സംഭവത്തിൽ 5 പേരാണ്. എല്ലാവർക്കും സ്വാഗതം. 10 വർഷമായി ഒരു മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരാൾ പോലും ഉണ്ടാവാൻ സാധ്യത കുറവാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. തായ്ലൻഡിലെ പട്ടായിൽ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ട്രാൻസ്ജെൻഡർ യുവതിയുടെ പേഴ്സിൽ നിന്നും 16,000 രൂപ അടിച്ചുമാറ്റിയ ഇന്ത്യക്കാരൻ അറസ്റ്റിൽ. ഇത് സമൂഹത്തിൽ അടുത്ത കാലത്ത് സമൂഹത്തിൽ നടക്കുന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. 7 വർഷത്തെ പ്രണയം നിരസിച്ച് മറ്റൊരു വിവാഹം കഴിച്ച മകനെ ഉപേക്ഷിച്ച മാതാവ്. എല്ലാവർക്കും സ്വാഗതം. എല്ലാ തെരുവ് നായ്ക്കളെയും തരാം, കൊണ്ടുപോയിക്കോളൂ. എല്ലാവർക്കും സ്വാഗതം. കൗമാരക്കാർ യൂട്യൂബ് കാണരുത്, ഓസ്ട്രേലിയ അത് നിരോധിച്ചു. കുട്ടികൾക്കുള്ള സോഷ്യൽ മീഡിയ നിരോധനം ഇപ്പോൾ യൂട്യൂബിനും ബാധകമാണ്. ഇത് സമൂഹത്തിൽ ചർച്ചാ വിഷയമാണ്. Those who reply immediately after receiving a message are probably those who yearn for your presence amidst their busyness. മെസ്സേജ് അയച്ച ഉടനെ റിപ്ലൈ തരുന്ന ചിലരില്ലേ, അവരാവും തിരക്കിനിടയിൽ നിങ്ങളുടെ സാന്നിധ്യം ഒത്തിരി കൊതിക്കുന്നവർ. എല്ലാവർക്കും സ്വാഗതം. തനിക്കുണ്ടായിരുന്ന റിലേഷനുകളെല്ലാം പരാജയപ്പെട്ടു. അവസാനം ആടിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച യുവാവ്. ഇത് സമൂഹത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. എല്ലാ പൊറോട്ടയും ബീഫ് ഫ്രൈയിലോ ചിക്കൻ ഫ്രൈയിലോ മരിക്കാൻ ആഗ്രഹിക്കുന്നു. സാമ്പാർ ചേർത്താണ് ചില സാമൂഹിക വിരുദ്ധർ ഇത് കെടുത്തുന്നത്. അച്ചാറിന്റെ ഭരണിയിൽ MDMA ആണെന്ന് സംശയിച്ച് പോലീസിനെ അറിയിച്ച ഒരാൾ തലനാരിഴയ്ക്കാണ് മയക്കുമരുന്ന് കേസിൽ നിന്ന് രക്ഷപ്പെട്ടത്. എല്ലാവർക്കും സ്വാഗതം. തനിക്കുണ്ടായിരുന്ന റിലേഷനുകളെല്ലാം പരാജയപ്പെട്ടു. അവസാനം ആടിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച യുവാവ്. ഇത് സമൂഹത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. എല്ലാ പൊറോട്ടയും ബീഫ് ഫ്രൈയിലോ ചിക്കൻ ഫ്രൈയിലോ മരിക്കാൻ ആഗ്രഹിക്കുന്നു. സാമ്പാർ ചേർത്താണ് ചില സാമൂഹിക വിരുദ്ധർ ഇത് കെടുത്തുന്നത്. കോതമംഗലത്ത് യുവാവ് വിഷം കഴിച്ച് മരിച്ച സംഭവത്തിൽ അൻസലിന്റെ പെൺസുഹൃത്തിനെതിരെ കുടുംബം. നിങ്ങളുടെ മകന് ഞാൻ വിഷം കൊടുത്തിട്ടുണ്ട്, അവനെ കൊണ്ടുപോയിക്കോ എന്ന പെൺകുട്ടി അൻസലിന്റെ അമ്മയെ ദിയ കൃഷ്ണയുടെ കമ്പനിയിലെ മുൻ ജീവനക്കാരായ 2 പേർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കീഴടങ്ങി. എല്ലാവർക്കും സ്വാഗതം. ഭാര്യയ്ക്ക് തന്റെ ബാല്യകാല സഖിയുമായി പ്രണയമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഭർത്താവ് അവരെ വിവാഹം കഴിപ്പിച്ചു. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഫോൺ എടുക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കം. വാട്സപ്പ് കാമുകനെ വിളിച്ച് മറ്റൊരു യുവാവിനൊപ്പം ഒളിച്ചോടി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച രോഗി രക്തം വാർന്നു മരിച്ചു. ഡോക്ടർമാർ ഡ്യൂട്ടിയിൽ ഉറങ്ങിപ്പോയതാണ് മരണകാരണം. വേട്ടക്കാരനെതിരെയുള്ള കേസ്. പരാതിക്കാരിക്കെതിരായ സൈബർ ആക്രമണം. നിരവധി പേർ വീട്ടിൽ അതിക്രമിച്ചു കയറിയത്. സംരക്ഷണം തേടുന്നത്. ഹൈക്കോടതിയെ സമീപിക്കുന്നത് എന്നിവയെക്കുറിച്ച് അച്ചാറിന്റെ ഭരണിയിൽ MDMA ആണെന്ന് സംശയിച്ച് പോലീസിനെ അറിയിച്ച ഒരാൾ തലനാരിഴയ്ക്കാണ് മയക്കുമരുന്ന് കേസിൽ നിന്ന് രക്ഷപ്പെട്ടത്. കോതമംഗലത്ത് യുവാവ് വിഷം കഴിച്ച് മരിച്ച സംഭവത്തിൽ അൻസലിന്റെ പെൺസുഹൃത്തിനെതിരെ കുടുംബം. നിങ്ങളുടെ മകന് ഞാൻ വിഷം കൊടുത്തിട്ടുണ്ട്, അവനെ കൊണ്ടുപോയിക്കോ എന്ന പെൺകുട്ടി അൻസലിന്റെ അമ്മയെ ദിയ കൃഷ്ണയുടെ കമ്പനിയിലെ മുൻ ജീവനക്കാരായ 2 പേർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കീഴടങ്ങി. എല്ലാവർക്കും സ്വാഗതം. ഭാര്യയ്ക്ക് തന്റെ ബാല്യകാല സഖിയുമായി പ്രണയമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഭർത്താവ് അവരെ വിവാഹം കഴിപ്പിച്ചു. എല്ലാവർക്കും സ്വാഗതം. ഭാര്യ വീണ്ടും ഒളിച്ചോടി. ഡിവോഴ്സിന് പിന്നാലെ 40 ലിറ്റർ പാലിൽ കുളിച്ച് യുവാവ്. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഫോൺ എടുക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കം. വാട്സപ്പ് കാമുകനെ വിളിച്ച് മറ്റൊരു യുവാവിനൊപ്പം ഒളിച്ചോടി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച രോഗി രക്തം വാർന്നു മരിച്ചു. ഡോക്ടർമാർ ഡ്യൂട്ടിയിൽ ഉറങ്ങിപ്പോയതാണ് മരണകാരണം. വേട്ടക്കാരനെതിരെയുള്ള കേസ്. പരാതിക്കാരിക്കെതിരായ സൈബർ ആക്രമണം. നിരവധി പേർ വീട്ടിൽ അതിക്രമിച്ചു കയറിയത്. സംരക്ഷണം തേടുന്നത്. ഹൈക്കോടതിയെ സമീപിക്കുന്നത് എന്നിവയെക്കുറിച്ച് സ്വാഗതം എല്ലാവർക്കും. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്ന് പ്രധാന വാർത്തകൾ കണ്ടപ്പോൾ സുഹൃത്ത് സംസാരിക്കാത്തതിനെ തുടർന്ന് യുവാവ് രാത്രി വീട്ടിൽ വെച്ച് സുഹൃത്തിനെ കുത്തിക്കൊന്നു. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്ത. കേരളത്തിൽ സ്കൂൾ അവധിക്കാലം ചൂടുള്ള ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റി കനത്ത മഴയുള്ള ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്ത. ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റൽ ഭക്ഷണത്തിൽ പഴുതാര കണ്ട സംഭവത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. Late for class, didn't let me in. Stole the college bell and returned it to my classmates 28 years later for their reunion. ബ്രസീൽ യുവതിക്ക് ജനിച്ചത് ഇരട്ട കുട്ടികൾ. എന്നാൽ 2 കുഞ്ഞുങ്ങൾക്കും 2 അച്ഛന്മാർ. വളരെ അപൂർവമായി സംഭവിക്കുന്ന മെഡിക്കൽ പ്രതിഭാസമാണിത്. ഹെട്രോപെറ്റേണൽ സൂപ്പർ ഫെക്കൻഡേഷൻ. If you cry, it's defeat.
If you smile, it's ridicule. If you speak, it's a quarrel. So what is right? ക്ലാസ്സിൽ ലേറ്റ് ആയെന്ന് എന്നെ കേട്ടിയില്ല. ഞാൻ ആ കോളേജ് ബെൽ അടിച്ചു മാറ്റി.